ഗായ്സ്, വെൽക്കം ബാക്ക് ടു പുതിയൊരു വ്ളോഗ്. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ നവി മുംബൈയിലുള്ള ഇസ്കോൺ ടെമ്പിളിലേക്ക് ഒന്ന് പോവാണ് കേട്ടോ. പിന്നെ ഇന്ന് ഒരു സൺഡേ ദിവസമാണ്, പക്ഷെ എന്നാലും പുറത്തേ പോക്കൊന്നും നടന്നില്ല. വീട്ടിൽ തന്നെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ കൂടി. പിന്നെ ഇരിക്കുന്നത് ഞാൻ കിടക്കുന്ന സ്ഥലത്ത് തലയ്ക്ക് എപ്പോഴും കാണുന്ന ഒരാളാണ് കേട്ടോ. ടൈഗർ ബാം എന്ന് പറയും. വിക്സ് എനിക്ക് പറ്റില്ല, ബാം തന്നെ വേണം. പിന്നെ മറ്റേ ആക്സോയിലില്ലേ, അത് എന്താ പറയുക, ചെറുപ്പം തൊട്ടേ ഉള്ള ശീലമാണ്. അമ്മയ്ക്കും ഉണ്ട്, അമ്മുമ്മയ്ക്കും ഉണ്ട്, അച്ഛമ്മയ്ക്കും ഉണ്ട്, എല്ലാവർക്കും ഉള്ള ശീലമാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് ഇപ്പോൾ ഏട്ടൂസിനും ആ ഒരു ശീലം വന്നിട്ടുണ്ട്. രാത്രി ഉറങ്ങണം എന്ന് ഒരു ഫീല് കിട്ടാൻ വേണ്ടി ഒരിത്തിരി ബാമിന്റെ സ്മെല്ല് അത് നിർബന്ധം. പിന്നെ ഞങ്ങൾ പുറത്തു പോകാൻ വേണ്ടി റെഡിയായി. പോകുന്നേക്കാളും മുമ്പ് ചെറുതായിട്ടൊരു റീല് ഷൂട്ട് ചെയ്ത് കളയാന്ന് വിചാരിച്ച് ഞങ്ങൾ ഏത് പാട്ടിന് ഡാൻസ് ചെയ്യും, എന്ത് സ്റ്റെപ്പ് ഇടുന്നൊക്കെ നോക്കി പഠിക്കലായിരുന്നേ. വാവയും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. ഞങ്ങൾക്ക് എന്താണെന്നറിയില്ല കേട്ടോ, ഈ പാട്ട് ഭയങ്കര ഇഷ്ടം. പിന്നെന്താ, നമ്മളിവിടെ ഗുരുവായൂർ ഏകാദശി നോക്കലുണ്ട് കേട്ടോ. ചെറുപ്പം തൊട്ടേ നോക്കി വരുന്നതാണ്. അപ്പോൾ ഇന്ന് ദശമിയാണ്, നാളെ ഏകാദശി, മറ്റന്നാൾ ദ്വാദശി, അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് ഒരിക്കലൂടാണ്, ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് അങ്ങനെ ഏകാദശിക്ക് സെറ്റായിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ അമ്പലം കൂടിയാണ് കേട്ടോ ഗുരുവായൂർ അമ്പലം. പിന്നെ ഞങ്ങൾ അവിടുന്ന് മമ്മി പപ്പനെ കാണാൻ വേണ്ടി പോയി. അവിടെ മമ്മിയുടെ കൂടെ കുറച്ചു നേരം ഹസ്കി ഡാൻസ് ഒക്കെ കളിച്ചു, ഞാനും കളിച്ചു, ഏട്ടും കളിച്ചു. അതിനുശേഷം അവിടുന്ന് നൈസായിട്ട് ഒരു കേക്കൊക്കെ തട്ടിയായിരുന്നേ. ഏറ്റവും നമ്മൾ നല്ലൊരു ഡാൻസറാണ് കേട്ടോ. ഒരുപാട് പഠിപ്പിക്കേണ്ടൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് പഠിച്ചോളും. 2 വട്ടം കാണിച്ചാൽ മതി, 3rd ടൈം നൈസായിട്ട് കളിച്ചോളും. പിന്നെ ഞാൻ ആ ഒരു ഡ്രസ്സിൽ ഓൾറെഡി എന്താ പറയുക, വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് നൈസായിട്ട് മമ്മിയുടെ ഒരു ടോപ്പ് അടിച്ച് മാറ്റിയിട്ട് ഞാൻ മമ്മിയുടെ കൂടെ റീല് ഷൂട്ട് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് സഡൻ പ്ലാൻ ഇട്ടിട്ട് പാനിപ്പൂരി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങി. പക്ഷെ ലാസ്റ്റ് ടൈം പാനിപ്പൂരി കഴിച്ച പോലെയല്ല. ലാസ്റ്റ് ടൈം പാനിപ്പൂരി കഴിക്കാൻ ഇറങ്ങിയപ്പോൾ ലാസ്റ്റ് ചെന്ന് അവസാനിച്ചത് ഒരു പബ്ബിലാണല്ലോ. പക്ഷെ ഇത്തവണ ശരിക്കും പാനിപ്പൂരി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എത്തിപ്പെട്ടു പ്രശാന്ത് കോർണർ എന്ന് പറഞ്ഞൊരു സ്വീറ്റ് ഷോപ്പ്. പിന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ പറയാണ് കേട്ടോ. ഈ ഒരു ഷോപ്പിലുള്ള പ്രൊഡക്ട്സ് ഒക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഭയങ്കര ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാ സംഭവമാണെങ്കിലും ഒരുപാട് എന്താ പറയുക, ക്വാണ്ടിറ്റി ഉണ്ടാവില്ല, പക്ഷേ ക്വാളിറ്റി ഭയങ്കര കൂടുതലാണ്. അതായത് ബട്ടറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും ഗീ യൂസ് ചെയ്യുകയാണെങ്കിലും. ഒരു സാധനമുണ്ട് കേവർ എന്ന് പറഞ്ഞിട്ട്, അച്ഛമ്മയും പേരക്കുട്ടിയും ടേസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ സ്വീറ്റ് അവിടെ അടിച്ച് കയറ്റിയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഈ ഒരു ഷോപ്പിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം എന്ന് പറയുന്നത് ഖാരി എന്ന് പറയും കേട്ടോ. നിങ്ങൾക്കറിയോ, ഖാരി എന്ന് പറഞ്ഞാൽ ചായയുടെ കൂടെ മുക്കി കഴിക്കുന്ന ഒരു സംഭവമാണ് മുംബൈയിൽ. നാട്ടിൽ റസ്ക് ഒക്കെ മുക്കി കഴിക്കുന്ന പോലെ. റസ്ക് ഇവിടെ അവൈലബിൾ ആണ്, പക്ഷേ എന്നാലും ഖാരി പറഞ്ഞൊരു ഐറ്റം ഉണ്ട് കേട്ടോ. പപ്പ അവിടുന്ന് ഖാരി നോക്കി വാങ്ങാണ്, പപ്പയും ഏറ്റവും കൂടിയിട്ട്. അതിൽ എൻ്റെ ഫേവറേറ്റ് ജീര ഖാരിയാണ്. ജീര ഖാരിയുണ്ട്, ബട്ടർ ഖാരിയുണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പിൽ. പിന്നെ മുംബൈയിൽ വെച്ചിട്ട് ഞാൻ അറിഞ്ഞ വേറൊരു സംഭവമാണ് ശ്രീകണ്ഠ് എന്ന് പറഞ്ഞൊരു ഐറ്റം. അത് ചപ്പാത്തിയുടെ സൈഡാണ്. തൈരിൽ ഫ്രൂട്ടിൻ്റെ മിക്സ്, പൾപ്പ് അങ്ങനെ ചേർത്തിട്ട് ഒരു സംഭവമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയിലൂടെ നല്ല എരിവുള്ള കറിയുടെ സൈഡായിട്ട് ഒരു ചേഞ്ചിന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് ഈ ഷോപ്പിൽ അടിപൊളിയാണ് കേട്ടോ. പല സീസണൽ ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ടുള്ള പല ഫ്ലേവറിലുള്ള ശ്രീകണ്ഠ് ഈ ഒരു ഷോപ്പിൽ പ്രത്യേകതയാണ്. ഈ ഒരു പാനിപ്പൂരി കഴിക്കുമ്പോൾ ഞാൻ എപ്പോഴും സ്നേഹനെ ആലോചിക്കും. എൻ്റെ അനിയത്തിയാണേ, അവളുടെ ഫേവറേറ്റ് ആണ് ഈ ഒരു പാനിപ്പൂരി ഐറ്റം. മുംബൈയിൽ വന്നു കഴിഞ്ഞാൽ അവൾ എത്ര പാനിപ്പൂരി കഴിക്കുന്നത് ചോദിച്ചാൽ അവൾക്കറിയില്ല. നാട്ടിലാണെങ്കിലും ഇപ്പോൾ അവൈലബിൾ ആണ് ഇതൊക്കെ. അപ്പോൾ അവൾ നല്ല അടിയാണ് ഈ സംഭവം. സേവ് പൂരി എന്ന് പറഞ്ഞൊരു സംഭവം കഴിച്ചിട്ടോ. പക്ഷേ എനിക്കിഷ്ടം ഇതിനേക്കാളും ദഹി പൂരിയാണ്. അത് കൂടുതൽ ഇഷ്ടമാണ് എനിക്ക്. കുറച്ചും കൂടി സോഗി ആയിരിക്കും, സോഫ്റ്റ് ആയിരിക്കും, നല്ല രസമാണ്. പിന്നെ ഈ പാനിപ്പൂരിക്കകത്ത് എന്താ പറയുക, പരിപ്പിട്ടും തരും, പിന്നെ ബൂന്തി ഇട്ടും തരും. അതിൽ പരിപ്പിട്ടത് എനിക്ക് ഇഷ്ടമല്ല, ബൂന്തി ഇട്ടതാണ് ഇഷ്ടം. പിന്നെ തണുത്തും ഇരിക്കണം, അങ്ങനെ കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ വീട്ടിലോട്ട് വിട്ടു. ഇപ്പോൾ സമയം രാത്രി 2:30 ആവണു, 2:25. നാളെ കാലത്ത് ഇവിടെ അടുത്ത് ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്, ഇസ്കോൺ ടെമ്പിൾ. അവിടെ പോകാമെന്ന് വിചാരിക്കുകയാണ്. നാളെ ഗുരുവായൂർ ഏകാദശിയാണ്. അപ്പോൾ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നല്ലതല്ലേ. അപ്പോൾ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ അടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലം എന്ന് പറയുന്നത് ഇസ്കോൺ ടെമ്പിളാണ്. അവിടെ പോകാമെന്ന് വിചാരിക്കുന്നു. 9 മണിക്ക് മുന്നേ വീട്ടിൽ തിരിച്ചെത്തണം. അപ്പോൾ കാലത്ത് ഒരു 6 മണിക്ക് എണീക്കണം എന്നാണ് വിചാരിക്കുന്നത്. നടക്കുമെന്ന് അറിയില്ല.
കാരണം ഞാനല്ലാതെ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കേൾക്കില്ല. വൈകിട്ട് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് അമ്പലത്തിൽ പോകണം എന്നുണ്ട്. ഫാമിലി മാൻ്റെ സീരീസിൻ്റെ ഒരു 2 സീരീസ് അല്ലല്ലോ, സീസൺ, അതിൻ്റെ ഒരു 2 എപ്പിസോഡ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ കറക്കമൊക്കെ കഴിഞ്ഞ് വന്ന് വാവയ്ക്ക് ഭക്ഷണം കൊടുത്തു. പിന്നെ കാലത്ത് എനിക്ക് പോവണം. ഓക്കെ. അപ്പോൾ പിന്നെ ശബ്ദം താത്തിയാണ് ഞാൻ സംസാരിക്കുന്നത്, കാരണം വാവ ഉറങ്ങാണ്. കാലത്ത് എനിക്ക് അവളുടെ തലയിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ. ഇവിടെ ഇപ്പോൾ തണുപ്പാണ് മുംബൈയിൽ. എന്താ പറയുക, വലിയ അങ്ങനെ തണുപ്പല്ല, പക്ഷെ ഒരു 16 ആ ഒരു ഇതിൽ 16 ഫീൽസ് ലൈക്ക് 16 ലൈക്ക് 15 അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു തണുപ്പുണ്ട് ഇവിടെ. ഒരു ഡിസംബർ എൻ്റെ വരെ ഉണ്ടാവും അങ്ങനെ. അപ്പോൾ ഫാമിലി മാൻ കണ്ട കാരണം ലേറ്റായി. സമയം ഇപ്പോൾ 2:30 കാലത്ത് എനിക്ക് ഇസ്കോണിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ബൈ, ഗുഡ് നൈറ്റ്. കണ്ടോ ഉറക്കം വന്നിട്ട് മേക്കപ്പ് ഒന്നും കൈ കളഞ്ഞിട്ടില്ല, ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ഉറങ്ങട്ടെ. ഓക്കെ, ബൈ. ഭയങ്കര അഡിക്ഷനാണ് കേട്ടോ ഈ ടൈഗർ ബാം എന്ന് പറഞ്ഞ സംഭവം. അതില്ലാതെ ഉറങ്ങാൻ പറ്റില്ല എന്നായി ഇപ്പോൾ. 2 മണിക്കൂർ ഉറക്കം കിട്ടിയതുകൊണ്ട് പ്രാന്തായിട്ട് ആകാശം നോക്കി ഹായ് പറയാമെന്ന് വിചാരിക്കരുത് കേട്ടോ. ഞാൻ ആ AC-യുടെ മുകളിലൊരു കിളി കൂട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് വർത്താനം പറയലാണ്. കാലത്ത് ആ കിളിയുടെ അടുത്തും മീനിൻ്റെ അടുത്തൊക്കെ സംസാരിക്കൽ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. കുളിക്കാൻ പോലാണ്. അപ്പോൾ അതിനേക്കാളും മുന്നേ ആ ബിൽഡിങ്ങിൻ്റെ ഇടയിലായിരുന്നു സൂര്യൻ. കുളി കഴിഞ്ഞ് വന്നപ്പോൾ ബിൽഡിങ്ങിൻ്റെ പുറത്ത് വന്നായിരുന്നു കേട്ടോ. പിന്നെന്താ, ഞാൻ ഇവിടുത്തെ ഹീറ്ററിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഞാൻ ഈ ഒരു സമയത്ത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തന്തൂരി ആയേനെ. അപ്പോൾ അതുകൊണ്ട് ഹീറ്റർ ഓഫ് ചെയ്തിട്ട് ഞാൻ അതിനകത്തോട്ട് കയറാറുള്ളൂ കേട്ടോ. ഒരു വട്ടം എൻ്റെ കാല് പൊള്ളിയപ്പോൾ ഞാനത് പഠിച്ചു. വാവയൊക്കെ ഉള്ളതല്ലേ, ഭയങ്കര റിസ്ക്കാണ്. ഹീറ്റർ ഓണാക്കിയതിന് ശേഷം അത് വെള്ളം ബക്കറ്റിൽ നിർത്തിയതിന് ശേഷം മാത്രമേ ഞാൻ വാവേനെ ഉള്ളിൽ കയറ്റാറുള്ളൂ കേട്ടോ. ചെറുപ്പം മുതലേ നോക്കിയിരുന്നതാണ് കേട്ടോ ഈ ഒരു ഗുരുവായൂർ ഏകാദശി. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന ആ ഒരു വർഷം മാത്രമാണ് ഇത് നോക്കാതെ ഇരുന്നിട്ടുള്ളൂ. നാട്ടിലുള്ള സമയത്ത് തുളസി ചെടിയുടെ അടുത്ത് പോയിട്ട് കാലത്ത് കുളി കഴിഞ്ഞ് തുളസി ചെടിയുടെ ഒരു ഇലയിൽ കൂടെ വെള്ളം ഒഴിച്ച് തീർത്ഥം സേവിച്ചിട്ടാണ് ഏകാദശി തുടങ്ങുക. നമുക്കിവിടെ അത് സാധ്യമല്ലാത്തതുകൊണ്ട് തുളസിയിട്ട വെള്ളം സേവിച്ചിട്ടാണ് ഗുരുവായൂർ ഏകാദശി തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും കേട്ടോ. ഇപ്പോൾ ഇതാ വാവയൊക്കെ ആയി. വാവ കഴിഞ്ഞ കൊല്ലം ഏകാദശിയുടെ സമയത്ത് കുഞ്ഞു കുട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അവള് അപ്പോഴും നോക്കിയിട്ടുണ്ടായിരുന്നേ. ഗോതമ്പിൻ്റെ കുറുക്കൊക്കെ കഴിക്കുന്ന സമയമായിരുന്നു. സൂചി ഗോതമ്പിൻ്റെ പാല് പിഴിഞ്ഞ് അതിൻ്റെ പനങ്കൽക്കണ്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുറുക്കൊക്കെ കൊടുത്തിരുന്നു കഴിഞ്ഞ കൊല്ലം. അതെനിക്ക് ഓർമ്മ വന്നായിരുന്നു ഈ ഒരു സമയത്ത്. ഈ ഒരു ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ ഉച്ചയ്ക്ക് കിട്ടുന്ന ഒരു ഫുഡുണ്ട്. ആ ഫുഡിനൊരു സ്വാദുണ്ട്, എന്തൊരു ടേസ്റ്റ്. ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും ഓർമ്മയുണ്ട്. പാളയിൽ ഒരു കഞ്ഞിയും പിന്നെ പുഴുക്കും പിന്നെ എന്താ പറയുക പ്ലാവിലയുടെ സ്പൂണിൽ ഒക്കെ അതൊക്കെ ഓർത്തായിരുന്നു കേട്ടോ ഈ ഒരു ടൈമിൽ. ഞാൻ അതൊക്കെ ഏട്ടൂൻ്റെ അടുത്ത് പറയായിരുന്നു. എന്തായാലും ഞാൻ വിചാരിച്ചില്ല ഇന്ന് ഞാൻ എനിക്കൊന്നും അമ്പലത്തിൽ പോകാൻ പറ്റുമെന്നും. എനിറ്റു ഞാൻ റെഡിയായി എങ്ങനെയൊക്കെയോ ഇറങ്ങി. വാവ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അവൾക്ക് ഒരു വാശിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കുളിപ്പിക്കുമ്പോൾ ഒരു വാശി ഉണ്ടായിരുന്നു, ഏട്ടുമായിരുന്നു കുളിപ്പിച്ചത് കേട്ടോ. ഭയങ്കര തണുപ്പാണ് ഇപ്പോൾ, അപ്പോൾ ഒരു ചെറിയൊരു വാശി ഉണ്ടായിരുന്നു. കുളി കഴിഞ്ഞ് ആള് പുതിയ ഡ്രസ്സ് ഇട്ടപ്പോഴേക്കും ആള് ഓക്കെ ഉഷാറായി. ഇത് 8 ഏക്കറിനേക്കാളും അധികം വലുപ്പമുള്ള ഒരു ഭൂമിയാണ് കേട്ടോ. ഭയങ്കര വലിയ അമ്പലമാണ്. എന്താ പറയാ, ഏഷ്യയിൽ വെച്ചിട്ട് സെക്കൻഡ് ലാർജസ്റ്റ് ടെമ്പിൾ എന്നാ പറയുന്നത്. വേ ടു ഇസ്കോൺ ടെമ്പിൾ. സെപ്പറേറ്റ് ഗിഫ്റ്റിംഗ് സ്റ്റോർ, പ്രസാദം കൗണ്ടർ, പിന്നെ പ്രസാദം എന്താ അങ്ങനെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് അങ്ങനെയൊക്കെ സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്താണിത്, ബാഹുബലി സെറ്റപ്പാ. വിയോ എല്ലാ തണുപ്പുള്ള ദിവസമാണേ. ആ കാണുന്നത് ഇതെന്താ അറിയട്ടു, ആ കാണുന്ന മല സഹ്യാദ്രി മലയത്ര, സറൗണ്ടഡ് ബൈ ഈ മല. അങ്ങനെ കണ്ടായിരുന്നു. ഇതിനകത്ത് എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ.
ഒരു രക്ഷയില്ലാത്ത വൈബായിരുന്നു കേട്ടോ ഈ ഒരു കാലത്തെ സമയത്ത് അമ്പലം. നമ്മൾ ഈ അമ്പലത്തിന് മുന്നേ വന്നിട്ടുണ്ട്, പക്ഷേ ഇത്ര നേരത്തെ ആദ്യമായിട്ടാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു തണുപ്പ് പ്രദേശത്ത് വന്ന പോലെ ഉണ്ടായിരുന്നു. ഫുള്ള് മാർബിളാണ്. നല്ല ഒരു ഒരു പ്രത്യേക തരം രസമായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ ഓരോ കൃഷ്ണൻ്റെ ഫുള്ള് കഥ കൊണ്ട് 3D പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല, കാരണം അവിടെ എൻട്രി അലൗഡ് ആയിരുന്നില്ല. പിന്നെ ഞങ്ങൾ തൊഴുത് പുറത്തിറങ്ങി. നല്ല ഡിസിഷനായി വാവയ്ക്ക് സോക്സ് ഇടിക്കാൻ തീരുമാനിച്ചത്. നല്ല തണുപ്പുണ്ട്, ഒരു തിരുപ്പതിയുടെ ഒക്കെ ഒരു ക്ലൈമറ്റ്. ഈ മാർബിളൊക്കെ ഏതാ സീൻ! ഇത് എത്രയോ കോടികളുടെ പ്രൊജക്റ്റ്. അത്ര നല്ല രസമുണ്ട്. ഞാൻ മുന്നേ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് വന്നിട്ടുണ്ട്. ഞങ്ങള് പണ്ട് കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുമായിരുന്നു, പണി നടക്കുമായിരുന്നു ആ ടൈമില്. എന്തായാലും ഇപ്പൊ പണിയൊക്കെ കഴിഞ്ഞ് കാണാൻ പറ്റി. വേറൊരു എൻട്രൻസ് ആയിരുന്നു ആ സമയത്ത് നമുക്ക്. അപ്പോൾ ഇപ്പോൾ ഇതിന്റെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ മെയിൻ സെൻട്രിൽ കൂടെയാണ്. അപ്പോൾ ഇപ്പൊ നല്ല രസം അമ്പലം ഇത്. പക്ഷെ പണ്ടൊരു അമ്പലം ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയായി. മുന്നേ ഇങ്ങനെ ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെയല്ല. ഇത് അവൾക്ക് അവിടുത്തെ തിരുമേനി 2 ഫ്ലവർ കൊടുത്തുട്ടാ, 2 പൂവ് കൊടുത്തു. തിരുമേനി അല്ലല്ലോ, എന്താ പറയാ, ഇവിടുത്തെ സ്വാമിയോ, ഇവിടുത്തെ പൂജാരി. ആ പാർക്കൊന്നും ഇപ്പൊ ഓപ്പൺ ആയിട്ടില്ല. അതിന്റെ പണികളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. നല്ല പാട്ടല്ലേ അമ്പലത്തില് ബാക്ക്ഗ്രൗണ്ട്. ഇത് അമ്പലത്തിൽ നിന്ന് പോവാണ് കേട്ടോ. നമുക്ക് ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ് നല്ല പറഞ്ഞല്ലോ. ഇന്നലെ ദശമി ആയിരുന്നു. ഇന്നലെ ഒരിക്കലൂണായിരുന്നു. ഒരു നേരം ഭക്ഷണം കഴിച്ചു. പിന്നെ ഇന്ന് കാലത്ത് നമ്മൾ ഗുരുവായൂർ നാട്ടിലുള്ളപ്പോൾ ഗുരുവായൂർ തൊഴുമായിരുന്നു. അപ്പോൾ അത് സാധിക്കാത്തതുകൊണ്ടാണ് ഇവിടെ അടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ വന്നത്. പിന്നെ മുടി ഒന്ന് സെറ്റ് ചെയ്യാത്തതുകൊണ്ട് എന്താ പോലെ ഉണ്ടല്ലേ, മുടി എന്താ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ അരിയാഹാരം കഴിക്കില്ല. അറിയായിരിക്കും, ഗുരുവായൂർ ഏകാദശി നോക്കുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. നമ്മൾ അരിയാഹാരം ഒന്നും കഴിക്കില്ല, ഗോതമ്പും ഫ്രൂട്ട്സും മാത്രം. പിന്നെന്താ, നാളെ കാലത്ത് പാരണ വീടി നമ്മൾ തുളസിയിട്ട് വെള്ളം കുടിച്ചിട്ട് നമ്മൾ നാളത്തെ വൈൻഡപ്പ് ചെയ്യും. ഗുരുവായൂർ ഏകാദശി നാളെ വീടും കാലത്ത്. അപ്പോൾ 3 ദിവസത്തെ വ്രതമാണ്. നല്ല ഉറക്കം വന്നിട്ട് ഇരിക്കുന്ന ഒരാള്. എന്താ വ്യൂ അല്ലേ, അടിപൊളി. ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഭഗവത്ഗീത വാങ്ങലുണ്ടായി കേട്ടോ. അവിടെ ഇരിക്കുന്ന ആള് വാങ്ങാൻ പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. എന്തായാലും നല്ല ദിവസമല്ലേ, ഇന്നത്തെ ദിവസം ഇത് വാങ്ങാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാഗ്യമല്ലേ. അപ്പം അങ്ങനെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ അവിടുത്തെ വൈബൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ സമാധാനമായിട്ട് ആ തണുത്ത മാർബിളിൽ ഇങ്ങനെ ഇരുന്നു. പിന്നെ നേരെ ഇസ്കോണിൻ്റെ മ്യൂസിയം കാണാൻ പോയി. മ്യൂസിയം എന്ന് പറയുമ്പോൾ ഈ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ അവർക്ക് ഇവിടുത്തെ ഓർമ്മയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സോപ്പ്, പിന്നെ അഗർബത്തീസ്, അങ്ങനത്തെ വിഗ്രഹങ്ങൾ, ഫോട്ടോസ്, കാര്യങ്ങളൊക്കെ അതൊക്കെ കുറച്ച് നേരം നടന്ന് കണ്ടു. പിന്നെ ഈ കാണുന്നതാണ് ക്യാൻറ്റീൻ കേട്ടോ. ക്യാൻറ്റീൻ അല്ല, സോറി, റെസ്റ്റോറൻറ്റ്. അത് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു, കാരണം വെളുത്തുള്ളി, സബോള ഇട്ടതൊന്നും ഇന്നത്തെ ദിവസം കഴിക്കില്ല. ചെറുതായിട്ട് വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വെയിലല്ല, വെയിലിന് ചൂട് വന്നു തുടങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പശുവിന് ഫുഡ് കൊടുക്കുന്ന ഒരു സെറ്റപ്പ് കണ്ടു കേട്ടോ. ഈ ശർക്കരയും പിണ്ണാക്കും മിക്സ് ചെയ്തിട്ട് ലഡ്ഡു പോലെ ആക്കി വെച്ചേക്കാണ്. എന്തൊരു മനോഹരമായ ആചാരങ്ങൾ. പക്ഷെ നല്ലതല്ലേ, പശുവിന് ഫുഡ് കൊടുക്കാൻ നല്ലതെന്ന് എവിടെയോ കേട്ടിട്ടുണ്ട്. പിന്നെ രസമല്ലേ. അപ്പൊ അങ്ങനെ ഞങ്ങൾ മാറി മാറി കൊടുത്തു. ഞാൻ വിചാരിച്ചു വാവ പേടിക്കും അങ്ങനെ വിചാരിച്ചിട്ട്. പക്ഷെ അവൾക്ക് ഒരു പേടിയില്ലായിരുന്നു, അവള് സെറ്റായിരുന്നു. താങ്ക് യു. അടുത്തത് പശുവിന് പുല്ല് കൊടുക്കാൻ പോട്ടെ. ഇല്ല, കൈ കാണിക്കൂ.
കൈ കാണിക്കൂ. കൈ കഴുകൂ. അങ്ങനെയല്ല ഇവിടെ എന്റെ മേലൊഴിക്കാൻ പറ്റില്ല. മോശമില്ലാട്ടാ. പശുവിനൊക്കെ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാൻ ഒരു പേടിയില്ല. സീനിക്കൾ. പിന്നെ ഞങ്ങൾക്ക് ദാഹിക്കാൻ തുടങ്ങിയപ്പോ ഞങ്ങൾ സൈഡിൽ കണ്ട ഒരു കരിക്കിന്റെ സ്ഥലത്ത് നിർത്തി. കരിക്കിന്റെ വില കേട്ടിട്ടാണ് കേട്ടോ ഏറ്റവും അങ്ങനെ പറഞ്ഞത്. നമ്മുടെ നാട്ടില് ഫ്രീ ആയിട്ട് ലാവിഷായിട്ട് കിട്ടുമ്പോ നമുക്ക് വില ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കാശ് കൊടുത്ത് വാങ്ങിച്ച് കുടിക്കേണ്ട ഗതികേടായി. ഐസ്ക്രീം അല്ല അത്. ഐസ്ക്രീം അല്ല ബാബാ. ഒരു മിനിറ്റ് ക്ലാസ് എങ്ങനെയാ കഴിക്കാ? എങ്ങനെയാ കഴിക്കാത്? നല്ല തണുത്തിരിക്കുന്നു. വീടെത്തിയപ്പോഴത്തേക്കും ലേറ്റായി. നാളികേരം ചിരകിയത് കുറച്ചുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തിരക്കില് ചിരകാൻ സമയമില്ലാത്തതുകൊണ്ട് വെള്ളം പോലെ ഒരു ചട്നി ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഗോതമ്പ് ദോശയാണെങ്കിൽ വരുന്നുണ്ടായിരുന്നില്ല. ആ ഒരു മാവ് വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് പരിപാടി അവസാനിപ്പിച്ചു. അപ്പം ഇനി എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. അപ്പോഴേക്കും ബൈ.